ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ നിരവധി ദേവാലയങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചതോടെ തുറസായ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി കത്തോലിക്ക വിശ്വാസികൾ. സുരക്ഷ മുൻനിർത്തി പള്ളികൾ അടച്ചതിനെ തുടർന്ന് നഗരങ്ങളിലെ പ്രധാന പാർക്കുകളിലും പൊതുമൈതാനങ്ങളിലുമാണ് താൽക്കാലിക ദേവാലയങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഭീതിയുടെ ദിനങ്ങളിലും വൈദികർ വഴിയോരങ്ങളിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ജനങ്ങൾക്ക് ആത്മീയ ആശ്വാസം നൽകുകയും ചെയ്യുന്നു. കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞെങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടില്ലെന്ന് വിശ്വാസികൾ വ്യക്തമാക്കുന്നു. ആശ്വാസവും പിന്തുണയും പകർന്ന് ഈ പ്രതിസന്ധിയെ ഒന്നിച്ച് തരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് കൊളംബിയൻ ക്രൈസ്തവ സമൂഹം. രാജസ്ഥാനിൽ വ്യാജ മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റിലായ 10 കത്തോലിക്ക വിശ്വാസികൾ 104 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതരായി. രാജസ്ഥാൻ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ഇവർ പുറത്തിറങ്ങിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനിടെ ചിലർ സംഘർഷമുണ്ടാക്കുകയും തുടർന്ന് ക്രൈസ്തവർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട ഇവർക്ക് ഒടുവിൽ നിയമ പോരാട്ടത്തിലൂടെയാണ് നീതി ലഭിച്ചത്. വിശ്വാസികളുടെ മോചനത്തിൽ ഉദയപൂർ രൂപതാ നേതൃത്വം ദൈവത്തിനും നിയമസംഘത്തിനും നന്ദി രേഖപ്പെടുത്തി. തടവറയിൽ ചെലവഴിച്ച നാളുകൾ തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കിയെന്ന് മോചിതരായ വിശ്വാസികൾ പങ്കുവച്ചു. നൈജീരിയയിലെ ഗബോക്കോ രൂപതയിൽ നിന്ന് ഭീകരസംഘം തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക സെമിനാരി വിദ്യാർത്ഥി രക്ഷപ്പെട്ടു. ഓഗസ്റ്റ് 15-നായിരുന്നു സെമിനാരി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത്. ഏകദേശം 48 മണിക്കൂർ നീണ്ട ഭീതിക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ സഭാ നേതൃത്വവും കുടുംബവും വലിയ സന്തോഷം പങ്കുവച്ചു. പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ട ഈ സംഭവം പ്രദേശത്തെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആശ്വാസമായി മാറി. വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും നിരന്തരം ആക്രമിക്കപ്പെടുന്ന നൈജീരിയയിൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ പതിവായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥനയോടെ പിന്തുണച്ച എല്ലാവർക്കും സഭാ നേതൃത്വം നന്ദി അറിയിച്ചു. പോളണ്ടിലെ അപ്പർ സിലേഷ്യയിലുള്ള പിഗാരി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ ഒഴുകിയെത്തി. തലമുറകളെ കോർത്തിണക്കിക്കൊണ്ട് മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനാണ് മുത്തശ്ശിമാരും അമ്മമാരും പെൺമക്കളും ഒന്നിച്ച് ഇവിടെ എത്തിയത്. വർഷങ്ങളായി തുടരുന്ന ഈ പരമ്പരാഗത തീർത്ഥാടനം കുടുംബ ബന്ധങ്ങളും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നതിന്റെ വലിയൊരു ഉദാഹരണമായി മാറി. സ്ത്രീകളുടെ അന്തസ്സും സമൂഹത്തിലും കുടുംബത്തിലുമുള്ള അവരുടെ പങ്കും ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളാണ് ചടങ്ങിൽ പങ്കുവയ്ക്കപ്പെട്ടത്. മാതാവിന്റെ മാധ്യസ്ഥം തേടിയെത്തിയ വിശ്വാസികൾക്ക് സഭാ നേതൃത്വം ആത്മീയ പിന്തുണയും അനുഗ്രഹങ്ങളും ആശംസിച്ചു. പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ഈ കൂട്ടായ്മ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയൊരു സാക്ഷ്യമായി മാറി. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ശാശ്വതമായ സമാധാനത്തിനായി 2 ജനതകൾ 2 രാജ്യങ്ങൾ എന്ന നിലപാട് ആവർത്തിച്ച് വത്തിക്കാൻ. മുൻഗാമികളുടെ അതേ ഉറച്ച നിലപാട് തന്നെയാണ് സഭ ഇപ്പോഴും തുടരുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇരുവിഭാഗങ്ങൾക്കും നീതിയും സുരക്ഷയും ലഭിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഏകമാർഗമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. പ്രദേശത്ത് ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ശാശ്വത സമാധാനം കൊണ്ടുവരുവാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ലിയോ 14 പാപ്പ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും വത്തിക്കാൻ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.